ഇങ്ങനെയൊക്കെ ചൂടാവുന്ന ആളാണെങ്കിൽ വിധിയാണ് അപ്പയ്യൻ്റെ. ടോ തനിക്കും ഭാര്യയൊക്കെ ഉള്ളതല്ലേ? ഈ സംശയരോഗം വെച്ചിട്ടാണോ താൻ ഈ കേക്ക് വാങ്ങി വീട്ടിൽ പോകുന്നത്? വല്ല സൈക്കാട്രിസ്റ്റിനെ പോയി കാണാൻ നോക്ക്. എന്തിന് സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ട് വെറുതെ ഞാൻ എൻ്റെ ശരീരം കേടാക്കണം? മാഡം, ഞാൻ CCTV വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവൾ പുറത്തേക്ക് ഇറങ്ങിയാൽ GPS ഉണ്ട്. അവളുടെ കളി എൻ്റെ അടുത്താ. GPS-ഓ? ആ, എവിടെ? കാറിലോ? ആ കാറിലല്ലാണ്ട് പിന്നെ എവിടെ? ഏത് കാറില്? എല്ലാ കാറിലും ഉണ്ട്. അവൾ ഏത് കാറിലാണ് പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ റെന്റിന് കൊടുത്ത ഈ ബ്രൗൺ കാറിലുണ്ടോ GPS? ആ, അതിലുണ്ട്. അത് ട്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇപ്പോ? ആ, എനിക്ക് എൻ്റെ മൊബൈൽ നോക്കാലോ. താൻ എന്തൊരു ഫോൺ എടുക്കണോ? മണ്ടനാ, ബുദ്ധിയുള്ളതുകൊണ്ടല്ലോ എങ്ങനെയൊക്കെ ചെയ്തു. ഫോണിങ് എന്നാ മാഡം, ഇത് ഇത്ര നേരം കയ്യിൽ വെച്ചിട്ടാണോ താൻ ഈ കോപ്പിലെ കളി കളിച്ചത്? സാറേ സാറേ, ഒരു ലീഡ് കിട്ടിയിട്ടുണ്ട്. അവർ സഞ്ചരിക്കുന്ന കാറ് നമുക്കിപ്പോ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ, നന്നായി. അത് വേഗം അരവിന്ദന് അയച്ചു കൊടുക്കും. ശരി സാർ. ഇതൊന്നും നേരത്തെ അറിഞ്ഞില്ലേ? സാർ, അയാൾ ഒരു മണ്ടൻ. ഇപ്പോഴാ പറയുന്നേ. അയാൾ മണ്ടനാണോ മണ്ടനായിട്ട് അഭിനയിക്കുന്നതാണോ? ഇപ്പൊ അയക്കാം സാർ. ഡോ, ഞാൻ ആ കോളനി ശങ്കരനെ പൂട്ടാനുള്ള കൊട്ടേഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഉത്തമനിൻ്റെ ഒന്നും അതിന് എൻ്റെ കൂടെ നിൽക്കോടോ. എനിക്കൊരു ഗണ്ണ് വേണം. നോക്കി നിൽക്കാതെ ഗണ്ണെടുത്തോണ്ട് ഓടോ. സാറേ, സ്ട്രൈറ്റ് തന്നെയല്ലേ പോണ്ടേ? ഇവിടെ ഗൂഗിൾ മാപ്പ് ഞാനല്ല, ഇതാണ്. ശരി സാർ. ഓരോരുത്തന്മാർ കാക്കിയിട്ട് എൻ്റെ അതിൻ്റെ തൊട്ടേക്കാണ് കയറാൻ വരുന്നത്. സാർ, ആ ഉത്തമ, ഞാൻ CA സാറ് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. താൻ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് ഇങ്ങ് വാ. പുള്ളിക്ക് എന്തോ കൃത്യമായ പ്ലാനുണ്ട്. നമ്മളങ്ങ് നിന്നു കൊടുത്താൽ മതിയടോ. താൻ വേഗം വാ. ആർമുക, ആ കോളനിക്കാരൻ വന്നപ്പം തൻ്റെ പണി കുറച്ച് കുറഞ്ഞല്ലേ? ചില ആളുകളെ കാണുമ്പോൾ മാത്രം സാർക്ക് തോന്നുന്ന ചീഞ്ഞ വിചാരം ഉണ്ടല്ലോ, അത് മാറാതെ അവിടെ ഒന്നും നേരാവാൻ പോണില്ല. എടോ, താനൊക്കെ വാ തുറക്കാറുമ്പോൾ ഞാൻ പറയാം കേട്ടോ. പോടോ പോടോ. ഡോ, തൻ്റെ പണി കഴിഞ്ഞെങ്കിൽ എഴുന്നേറ്റ് മാറിയിരിക്ക്. ഈ ആക്സിഡന്റ് പറ്റിയത് ജാക്സൺ ബസാറിലെ രമേശനാണ്. പുതിയ CI ആണെങ്കിൽ പഴയതിനേക്കാളും അലമ്പന. തൻ്റെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. നേരം വെളുക്കുമ്പോഴേക്ക് ഇവന്മാരെ കൂടി തന്നെ വിട്ട് തീർക്കും. ആ സന്തോഷം എന്ന് പറയുന്ന പയ്യനെയും പൊക്കിയിട്ടുണ്ട്.
താൻ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടോ. സാറേ ഒന്ന് ടോയ്ലറ്റിൽ പോകണം. സാറേ ഇയാളിത് എവിടെ പോയി? വാ. സന്തോഷിൻ്റെ കാര്യം ഒരു പിടിയില്ല. ഹോസ്പിറ്റലിലാണെങ്കിൽ രവിയണ്ണ മാത്രമേ ഉള്ളൂ. എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എടാ, അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഫോണാണെ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. നിനക്ക് ആ സെൽവണ്ണനെ ഒന്ന് വിളിച്ചൂടെ? അവിടേക്ക് ഞാൻ വിളിച്ചതാ, പക്ഷെ അവിടെ ഒന്നും എത്തിയിട്ടില്ല. അയാൾ നിന്റെ കഴപ്പൊക്കെ ഞാൻ തീർത്തിയാണ്. ഈ നായിന്റെ മോനെടുത്ത് സ്റ്റോർ റൂമിലിട്. സാറേ, എനിക്കെൻ്റെ അടുത്ത വാർഷികമെങ്കിലും ഒന്ന് ആഘോഷിക്കണമെന്നുണ്ട് സാറേ. ഇവിടെ നിന്നാൽ എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല സാറേ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി ഞാൻ നടന്നിറങ്ങി പോയിക്കോളാം സാറേ. അങ്ങനെ നീ മാത്രമായിട്ട് ഇപ്പം ആഘോഷിക്കണ്ട, നമുക്കെല്ലാവർക്കും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാം. അയ്യോ സാറേ, ഇവരെല്ലാവരും എനിക്ക് സ്റ്റോർ റൂമിൽ കിട്ടണം. സാറേ ഞാൻ നിനക്കിതിന്നൊക്കെ ഊരണമെങ്കിൽ ഇനി ഞാൻ വിചാരിക്കണം. ഈ രാത്രി ഞാനൊന്ന് ആഘോഷിക്കാൻ പോവുക. അതൊന്ന് കളറാക്കാൻ നിന്റെ ബാൻഡ് ടീമിനെ ഇവിടെ വേണം. ഈ സമയത്ത് വിളിച്ചാൽ അവർ വരില്ല സാറേ. നീ വിളിച്ചാൽ ഏത് നട്ടപ്പാരയ്ക്ക് അവന്മാർ പറന്നു വരും. ഇനി വന്നില്ലെങ്കിൽ എൻ്റെ എയർഫോഴ്സ് നിന്റെ ജാക്സൺ ബസാർ കയറി ഇറങ്ങും. നിന്റെ ഫോൺ എടുത്തു കൊടുത്തേക്ക്. ഹലോ, രമേശൻ എങ്ങനെയുണ്ട്? ശങ്കരണ്ണ രമേശന് ഓക്കെയാണ്. ശങ്കരണ്ണന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഞാനാകെ പ്രശ്നത്തിലടാ. എന്താണ്? എന്നെ പോലീസ് പിടിച്ചു. പുതിയ അയാൾക്കെന്തോ വട്ടാന്ന് തോന്നുന്നുണ്ട്. അയാൾക്ക് നമ്മുടെ കൊട്ടി ഇപ്പൊ തന്നെ കേൾക്കണമെന്ന്. സ്റ്റേഷനിൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഒറ്റാളും ഇങ്ങോട്ട് വന്നു പോരുത്. പിന്നെ ഹൈവേക്കാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ പോയി അതിന്റെ നഷ്ടപരിഹാരം എന്തെങ്കിലും മേടിക്കണം. ആ ഒരു സ്ഥലം മാറാൻ പറഞ്ഞാൽ നമ്മൾ മാറിക്കൊടുക്കണം. ആ സ്ഥലത്ത് നമുക്ക് നമ്മുടെ ജാക്സൺ ബസാർ ശങ്കരണ്ണ, ഹലോ, അവന്റെ ഒരു ജാക്സൺ ബസാർ